ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഓണത്തിനൊക്കെ വെക്കുന്ന ഒരു അവിയലാണ്. നല്ല അവിയൽ ഞാൻ ഇത് ചട്ടി വയ്ക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ചട്ടി വെച്ചിട്ട് ഒന്ന് ഗ്യാസ് കത്തിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് തുടച്ച ശേഷം ഇതിലേക്ക് വെള്ളമുണ്ട്, അത് തുടച്ചിട്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഇത് ചേന, ഒരു കഷ്ണം ചേന ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വാഴയ്ക്ക, കത്തിരിക്ക, ഇളവൻ, പയറ്, ക്യാരറ്റ്, മത്തൻ, ഒരു കഷ്ണം കപ്പ ഉണ്ടായിരുന്നു. അത് ഞാൻ ആവിയിലാണല്ലോ, അപ്പോൾ എല്ലാ കഷ്ണവും ഇടാം. മുരിങ്ങക്കായ് കിട്ടിയില്ല, അപ്പോൾ അതിലേക്ക് 2 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഈ ചേന ഫസ്റ്റ് ഇടാം. ചേന കുറച്ച് വേകാൻ സമയം പിടിക്കും, അപ്പം ഞാൻ ഈ ചേന ഇടുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് താഴ്ത്തി വെക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിൽ വെള്ളമുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറിയൊക്കെ ഇടാം. ആദ്യം ക്യാരറ്റ് ഇടാം. ഇളവനും ഇതൊക്കെ പെട്ടെന്ന് വേകും. പയറ്, കപ്പ, വാഴയ്ക്ക, മത്തൻ, കത്തിരിക്ക ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ കഷ്ണവും ഇട്ടിട്ടുണ്ട്. ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് തുറന്ന് നോക്കിയ ശേഷം ഒന്ന് ഇളക്കി വിടാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാ കഷ്ണം ഇന്ന കഷ്ണം വേണമെന്നൊന്നുമില്ല. ഏത് കഷ്ണമാണെങ്കിലും നമുക്ക് ഇതിലോട്ടിട്ട് അവിയൽ ഉണ്ടാക്കാം. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെന്ത ശേഷം നമുക്ക് ഉപ്പിടാം. അപ്പോഴേക്കും ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെക്കാം. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമൂടി തേങ്ങയുണ്ട്. നമുക്ക് ഇതിലേക്ക് എത്ര ആവശ്യം, കുറച്ച് തേങ്ങ അധികം വേണം. അതിനെന്താ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും ഉണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണ്. ഇതെങ്ങനെ ഒന്ന് അരച്ചിട്ട് വരാം. അതിൻ്റെ കൂടെ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഞാൻ കാണിച്ചു തരാം. തൈര് ഒരുപാട് ലൂസല്ല, ഒരുപാട് കിണ്ണമല്ലാത്ത ഒരു തൈര് ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലോണം അരയ്ക്കേണ്ട, ഒന്ന് ഒതുക്കി അരച്ചാൽ മതി. അതിൻ്റെ അളവിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് വെള്ളമുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഓണമൊക്കെ വരാൻ പോകുമല്ലേ, അപ്പോൾ നമുക്കൊന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഇടാം. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെയൊക്കെ ഉണ്ടാക്കി, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നേരത്തെ ഉണ്ടാക്കി ഒന്ന് പഠിക്കാം. ഒന്നുകൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം. ഒന്ന് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റി. നമുക്ക് ഈ അരച്ച തേങ്ങ ഒന്നിടാം.
ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ കളർ വേണമെങ്കിൽ. ഇതിൻ്റെ കൂടെ തക്കാളി, പഴുക്കാത്ത തക്കാളിയാണ്. ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ഇടുന്നുണ്ട്. ചെറിയ തക്കാളി ഒന്ന് ഇട്ട ശേഷം നമുക്ക് ഈ അരപ്പ്, തേങ്ങ, പച്ചമുളക്, തൈര് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. ഒരു വെള്ള അവിയലാണ് വെക്കുന്നത്. ഒന്ന് താത്തി വെക്കുക. ഇത് വെള്ളമൊന്നും അല്ലല്ലോ. ചട്ടി നല്ല ചൂട്, അതുകൊണ്ടാണ് ഞാൻ തുണി പിടിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കണം. ഞാനിതാ ഒരു വാഴയില ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മണം കൂടി ഉണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാകും, ടേസ്റ്റും ഉണ്ടാകും. ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് താത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഓണ സ്പെഷ്യൽ അവിയൽ, ഒരു വെള്ള അവിയൽ. അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ നേരത്തെ ഞാനിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ മണം നന്നായിട്ട് വേണം. ഒന്ന് ഇളക്കി കൊടുക്കാം. അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട ഒരു മഞ്ഞ അവിയൽ, അല്ലെങ്കിൽ ഒരു വെള്ള അവിയൽ. ചിലവര് ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം വെല്ലം ഇടും. ഇത് പുളിക്കാത്ത തൈരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. നല്ല പുളിപ്പുള്ള തൈരൊന്നും ഇതിൽ ഒഴിക്കാൻ പറ്റില്ല, പുളിപ്പുണ്ടാവും. നല്ലൊരു അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. എല്ലാ പച്ചക്കറികളും ഇതിൻ്റെ കൂടെ ഇടാം. അത് ഇടാൻ പറ്റില്ല, ഇത് ഇടാൻ പറ്റില്ല. കപ്പയ്ക്ക ഇടാം, ഒരു കഷ്ണം കപ്പയ്ക്ക ഇടാം, പടവലങ്ങ ഇടാം, വെള്ളരിക്ക ഇടാം. എല്ലാ കഷ്ണവും, മുരിങ്ങക്കായ, എല്ലാ കഷ്ണവും ഇടാം. നമുക്ക് അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഒന്ന് ലൈക്ക് അയച്ചു കൊടുക്കുക. അവരുടെ കമൻറ്റ് നോക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയാലും അതിൽ ചൂടായിക്കൊണ്ടേയിരിക്കും. ഞാനിത് വാഴയില കൊണ്ട് ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് ഊണ് കഴിക്കുമ്പോൾ നമുക്ക് എടുത്താൽ മതി. വാഴയില ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇന്നത്തെ അവിയൽ റെഡിയായി.